ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നല്ല നാടൻ റെസിപ്പീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിക്കിടക്കൊക്കെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ പിന്നെ പറ്റാണ്ടാവുന്നതുകൊണ്ടാണ് പലരും കമൻറ്റ് ചെയ്യാത്തത് ലൈക്ക് ചെയ്യാത്തതെന്നൊക്കെ എനിക്കറിയാം. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നമ്മളിതാ രാവിലെ ഡോക്ടർ റിക്വസിഷൻ തന്ന അനുസരിച്ചിട്ട് ഒരു റുട്ടീൻ ബ്ലഡ് വർക്കിന് പോവാണ്. അപ്പം നമുക്ക് 4 പേർക്കും ഇന്ന് ബ്ലഡ് വർക്ക് ഉണ്ട്. പിള്ളേർക്കും കൂടെ അവധിയുള്ളൊരു ദിവസം നോക്കി നമ്മൾ നമ്മുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്തതാണ്. എനിക്കും വിനീതിനും ഫാസ്റ്റിംഗ് ബ്ലഡ് വർക്ക് ആയതുകൊണ്ട് നമുക്ക് വോക്ക് ഇൻ ചെയ്ത് പോകുന്നതിനെക്കാട്ടി നല്ലത് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ ബ്ലഡ് വർക്ക് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ലാബിൽ ഇവിടെ അപ്പോയിൻമെൻറ്റ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ചില ലാബ്സിൽ അപ്പോയിൻമെൻറ്റ്സും ഉണ്ടാവും, വോക്കിൻസും ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വോക്കിൻസും വിളിച്ച് പിന്നെ അപ്പോയിൻമെൻറ്റ്സും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവും. ഈ ഒരു ലാബിൽ അപ്പോയിൻമെൻറ്റ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. വോക്കിൻ പേഷ്യൻസ് വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈമിൽ പോവുക, കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ബ്ലഡ് വർക്ക് ചെയ്യുക, തിരിച്ച് വീട്ടിൽ പോരുക. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ചിലപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ കണ്ട കടശാണി വൈറ്റമിൻസ് എല്ലാം വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം നമ്മുടെ ഫാമിലി ഡോക്ടറിനോട് ചോദിച്ച് ഒരു ബ്ലഡ് വർക്ക് ചെയ്ത് നമുക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കഴിച്ചു പോകുന്നതാണ് നല്ലത്. ഏതെങ്കിലും ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഗിൾ സെർച്ചിലോ കണ്ട വൈറ്റമിൻസ് എടുത്ത് കഴിക്കുന്നതിന് പകരം നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഡോസിൽ കഴിക്കുന്നതാണ് നല്ലത്. അതിനൊരു റുട്ടീൻ ബ്ലഡ് വർക്ക് ചെയ്ത് നോക്കിയാൽ മതി. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് സിക്കാവുക, ഭയങ്കര ക്ഷീണം, മുടി കൊഴിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലമാവാം. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ഒരു ഡോക്ടറിനെ കണ്ട് കറക്റ്റായിട്ട് ബ്ലഡ് വർക്ക് ചെയ്ത് നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമ്മളിതാ വീട്ടിലെത്തി. ഇനി കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതിന് മുമ്പ് ഇന്നലെ രാത്രി കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് പെറുക്കി വെച്ചു. ഇത് നമ്മുടെ തൈര് ഡപ്പയാണ്. അതിനകത്ത് ഒരു 8-10 എണ്ണം ഞാനിങ്ങനെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ മാസങ്ങൾ കൂടുന്ന സമയത്ത് നമ്മളൊന്ന് മാറ്റി കൊടുക്കും. പുതിയ ഡപ്പ എടുത്ത് വെച്ചിട്ട് പഴയതൊന്നോ 2 എണ്ണം എടുത്തങ്ങ് കളയും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഒരു 8-10 എണ്ണം ഉണ്ടെങ്കിൽ ഇനഫ് ആണല്ലോ. അപ്പോൾ ഒരു 5-6 മാസമൊക്കെ കൂടുന്ന സമയത്ത് ഒരു പഴയത് 2 എണ്ണം എടുത്ത് കളഞ്ഞിട്ട് അതിന് പകരം പുതിയത് 2 എണ്ണം കീപ്പ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഒരു 8-10 എണ്ണം എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ റവയാണെങ്കിലും അല്ലെങ്കിൽ അരി ഉഴുന്നൊക്കെ അരയ്ക്കുന്ന സമയത്ത് അത് മെഷർ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുതിർക്കാൻ ഇടുന്ന പാത്രത്തിനകത്തോട്ട് തന്നെ നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് വെച്ചിട്ടോ ഒന്ന് അളക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ വീണ് സാധനം വേസ്റ്റ് ആക്കുന്നത് ഒഴിവാക്കാം എന്നതിനോടൊപ്പം നമ്മൾ ഒരുപാട് മെസ്സി ആക്കാതെ കുക്ക് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നതാണ്. ഇതുപോലുള്ള ചെറിയ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇന്ന് താഴെ വീഴുകയും അടുക്കളയിൽ വീഴുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളിതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ എന്നാണ്. പക്ഷേ ഈ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ താഴെ വീണ് അതിനെ ചവിട്ടി പല മുറികളിലാക്കി ഒരുപാട് മെസ്സി ആക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വേസ്റ്റ് ആക്കുന്നതും ഒഴിവാക്കാം, ഒരുപാട് മെസ്സിയായി അഴുക്കാക്കുന്നതും നമുക്ക് ഒഴിവാക്കാം. അപ്പം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പം ബ്രാർ എന്ന് പറഞ്ഞിട്ട് വോൾമാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു നെയ്യാണ്. അപ്പം നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ബ്രൗൺ ഷെയ്ഡായി വന്നപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്തൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ തേങ്ങാപ്പീര വാങ്ങിക്കുമ്പം ഏത് ബ്രാൻഡാണോ കിട്ടുന്നത് അത് വാങ്ങിക്കും. പക്ഷേ എനിക്ക് അതിനേക്കാട്ടിലൊക്കെ കൂടുതൽ ഇഷ്ടം എപ്പോഴും ഈ ഡെയിലി ഡിലൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതാണ് നമ്മുടെ തേങ്ങ തിരുമ്മിയ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്. അപ്പം ഞാൻ അപ്പത്തിന് അരയ്ക്കുമ്പോഴും നമ്മുടെ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഡെയിലി ഡിലൈറ്റ് യൂസ് ചെയ്യും. പക്ഷേ അല്ലാത്ത ബ്രാൻഡ്സ് വാങ്ങിക്കുന്നത് ഭയങ്കര തരിതരിയായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഈ തോരനൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റും നമ്മുടെ ഡെയിലി ഡിലൈറ്റിൻ്റെ പാക്കറ്റിനാണ് കൂടുതൽ, വിലയും കൂടുതലാണ്. അപ്പോൾ തോരൻ ഉപ്പുമാവിനൊക്കെ മറ്റേ ബ്രാൻഡ്സ് യൂസ് ചെയ്യാം, കാരണം നല്ല തരിതരിയായിട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ നമ്മുടെ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തു. നമ്മുടെ ഉപ്പുമാവിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതെൻ്റെ നാത്തൂൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണേ. അപ്പം ഞാൻ അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ലെന്ന്. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി പെട്ടെന്ന് വേവുമല്ലോ, ചെറുതായിട്ടല്ലേ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നേ. അതിലോട്ട് തന്നെ ഞാൻ തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു സാധനമാണ് ഉപ്പുമാവിനകത്ത് ഉപ്പിടാൻ
വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാണ് ട്വിസ്റ്റ്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതിനകത്തോട്ട് റവ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് എന്താ പറയണ്ടേ വറുത്തെടുക്കുക, അല്ലെങ്കിൽ വഴറ്റിയെടുക്കുക. അപ്പം നമ്മളിത് ഓൾറെഡി വറുത്ത റവയാണ്, എന്നാലും ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ എപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് റവ ഇടുക അല്ലേ, ഇത് കുറച്ച് തിരിച്ചാണ്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ ഇട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് തിളച്ച വെള്ളം ഒരു 2 കപ്പ് ഇരട്ടി, റവയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് മൂടി എന്ന് വെച്ചാൽ ഒന്ന് പൊത്തി വെച്ചിട്ട് അതിനെ അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കിനി സെർവ് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പുമാവ് കിട്ടും. അപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ റവയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷേ ലാസ്റ്റ് ടൈം അത് കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഞാൻ വേറൊരു റവയാണ് യൂസ് ചെയ്തത്. ബ്രാഹ്മിൺസിൻ്റെ റവ വെച്ച് നല്ല സൂപ്പർ തരിതരിയായിട്ട് തന്നെ നമ്മുടെ ഉപ്പുമാവ് കിടക്കും. പിന്നെ തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമാണ്, ഞാൻ അതും കൂടി ആഡ് ചെയ്തു. അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്കൊരു ചിക്കൻ കറി വെക്കണം. അപ്പോൾ അതിനുള്ള ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് പീസസ് ആക്കിയത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ റവ സെർവ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചും പാക്ക് ചെയ്ത് വിനീത് ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പം ഇന്ന് നമുക്ക് രാവിലെ ബ്ലഡ് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ ജോലിക്ക് പോയില്ല. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതൊക്കെ വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ജോലിക്ക് ഇറങ്ങിയത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്ത് ഓരോ മീൽ കഴിയുമ്പോഴും നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി അടുത്ത മീലിന് റെഡിയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കനേഡിയൻ ലേഡിയാണ്. അവരെപ്പോഴും പറയും അവരുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. അതായത് ഡൈനിങ് ടേബിൾ എപ്പോഴും അടുത്ത മീലിന് എസ്പെഷ്യലി നൈറ്റിൽ ക്ലീൻ ആക്കി നാളത്തേക്ക് റെഡിയാക്കി ഇടുക എന്നുള്ളത്. നമ്മൾ ഫുഡിനെ അത്രയും റെസ്പെക്റ്റോടുകൂടി കാണുമല്ലോ. അത്രയും വിശന്ന് നമ്മൾ കഴിക്കാൻ വരുമ്പോൾ നേരത്തെ കഴിച്ചതിൻ്റെ കുറേ എച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ വൃത്തികേടായിട്ട് കിടക്കുന്നതിനെക്കാട്ടി നല്ലത് എപ്പോഴും ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുത്ത് അത് ഉണങ്ങി പിടിക്കുന്നതിന് മുമ്പ് എപ്പോഴും ക്ലീൻ ആക്കാനും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മീലിന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് ടേബിൾ വൃത്തിയായിട്ട് കിടക്കും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഫുഡാക്കുമ്പോൾ നമുക്കത് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ പറ്റുമ്പോൾ പറ്റുന്നവർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സിമ്പിളായിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് ചെയറൊക്കെ ഒന്ന് അടുക്കി വെച്ചാൽ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു കിച്ചൺ ഫുഡ് സ്കെയിലാണ്. നമ്മൾ ഫുഡൊക്കെ ഒന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു സ്കെയിലാണ്. അപ്പോൾ ഞാൻ പാൻട്രി പോയി ഇത് കണ്ടപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ആമസോണിലും വാൾമാർട്ടിലും ഒക്കെ അധികം വിലയില്ലാണ്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതെൻ്റെ ബ്രദറിൻ്റെ അടുത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, ഞാനായിട്ട് വാങ്ങിച്ചതല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും മെഷർ ചെയ്തൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വാണിയുടെ എന്തോ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ട് വാണി മെഷർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് 10 ഗ്രാം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം ചെറിയ മെഷർമെൻ്റ് ആണെങ്കിലും അതിൽ കാണിക്കുകയും ചെയ്യും. അപ്പം നല്ലൊരു നമ്മുടെ അടുക്കളയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എന്തെങ്കിലുമൊക്കെ സെയിലൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാമല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചുമ്മാ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയതാണ്. അപ്പം നമുക്കിന്ന് ആദ്യം തന്നെ കപ്പ കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എപ്പോഴും ഫ്രോസൺ കപ്പയാണ് വാങ്ങിക്കുന്നത്. ഇത് കണ്ടില്ലേ, 1.75 kg പാക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി നേരത്തെ യൂസ് ചെയ്തിട്ട് ബാക്കി ഞാനിവിടെ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇത് ഫ്രോസൺ കപ്പയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കായിട്ടുള്ള ഒരു കപ്പ പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെന്നീരോടിയ കപ്പ എന്ന് പറയും, ഇങ്ങനെ കറുത്ത ലൈൻസ് വീണത്, അങ്ങനെയുള്ള കപ്പയൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്ലീൻ ചെയ്യേണ്ട, എല്ലാം കട്ട് ചെയ്ത് പീസസ് ആണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു സാധനം സ്റ്റോക്ക് ഉണ്ടാവും. നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് ഇതുപോലെ വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചാൽ മതിയല്ലോ, ഫ്രോസൺ ആണല്ലോ. ഇതുവരെ വാങ്ങിച്ച് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ച് നോക്കൂ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഗ്രീൻ ചില്ലി ഫ്രോസൺ ആണ്. ഇതെനിക്ക് ഇങ്ങനെ കിട്ടും എന്നറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഷാംലി പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് വാങ്ങിക്കാൻ തുടങ്ങിയത്. എനിക്കിത് നന്നായിട്ട് തോന്നി. ഇത് കണ്ടോ, നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള പച്ചമുളകുകളാണ്. അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പച്ചമുളകുകൾ പുറത്തെടുക്കുക, കഴുകുക, അപ്പം തന്നെ യൂസ് ചെയ്യുക. ഒരു ഫ്രോസൺ സാധനവും കുറേ മുന്നേ എടുത്ത് പുറത്ത് വെച്ച് ചെയ്ത് യൂസ് ചെയ്യരുത്, അത് അഴുക്കായിട്ട് പോകും. എപ്പോഴാണോ നമുക്ക് കുക്ക് ചെയ്യേണ്ടത് അന്നേരം ഫ്രീസറിൽ നിന്ന് എടുക്കുക, ഡയറക്റ്റ്ലി കുക്ക് ചെയ്യുക. അതുപോലെ നമ്മളായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണെങ്കിലും റെഡി ടു കുക്ക് തരത്തിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുക. വാഷ് ചെയ്യുക, കട്ട് ചെയ്യുക, വേണ്ട രീതിയിൽ കട്ട് ചെയ്യുക, എന്നിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ കപ്പ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. കപ്പ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കഴിവതും കുക്ക് ചെയ്ത വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വയറിന് നല്ലത്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഒരു 2-3
ഏലക്ക, 2-3 ഗ്രാമ്പു, 2-3 ചെറിയ പീസ് പട്ട, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡ്രൈ തേങ്ങാപ്പീരയാണ്. അപ്പോൾ നമ്മളൊരു 3/4 കിലോ ചിക്കന് 1/4 കപ്പ് തേങ്ങ എന്നുള്ളൊരു കണക്കാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലോട്ടൊരു 3-4 ചെറിയ ഉള്ളി, 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല ഗോൾഡൻ ഷെയ്ഡായി വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് പച്ചമണം മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വീണ്ടും ആ പാത്രത്തിലെ ചൂടുകൊണ്ട് ഒരുപാടങ്ങ് മൂത്തു പോവും. എന്നിട്ട് നമുക്കിത് ആറി വരുന്ന സമയത്ത് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത് ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു വലിയ സവാളയും ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഈ തക്കാളി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഞെടുപ്പിൻ്റെ ഭാഗത്തെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നൊന്നും അല്ലല്ലോ, പലയിടത്തു നിന്നും വരുന്നതാണ്. അപ്പോൾ ഈ പെസ്റ്റിസൈഡൊക്കെ അടിക്കുന്നത് എപ്പോഴും ആ ഞെടുപ്പിൻ്റെ ഭാഗത്താണ് കൂടുതലും കയറിയിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും അവിടുത്തെ ആ ഒരു ഞെടുപ്പിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പലരും അത് കട്ട് ചെയ്യുന്ന സമയത്ത് കളയാതെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടു വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്തു. അതൊന്ന് സോഫ്റ്റായി വന്നപ്പോൾ ചിക്കനും ആഡ് ചെയ്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുമ്പം അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് നല്ല പേസ്റ്റ് പോലെ വെള്ളം ചേർത്ത് അരച്ചതാണ്, അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് വേണം കുക്ക് ചെയ്യാൻ. അപ്പം ഞാൻ കുറച്ച് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിള വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, 2 പച്ചമുളകും, ഒരു 2 കറിവേപ്പിലയുടെ ഇല എടുത്തിട്ടുണ്ട്. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പൾസ് ചെയ്ത് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ ഇന്നത്തേത് കുറച്ച് വേവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കുക്ക് ചെയ്തത് സത്യത്തിൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, നല്ല സമയം എടുത്തു കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ റെഡിയാക്കിയെടുത്ത് അരപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ തവി എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നല്ല കട്ടിയുള്ള ബലമുള്ള തവി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് വളഞ്ഞു പോവും, ഒടിഞ്ഞു പോവും. അപ്പം ഞാൻ നല്ല കട്ടിയുള്ള തവിയാണ് എടുത്തിരുന്നെങ്കിലും അത് വെച്ച് എനിക്ക് കുഴയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ഫയൽ വാനെ രംഗത്തോട്ട് ഇറക്കി. ഇത് പഞ്ചാബി സ്റ്റോറിയിൽ നിന്ന് ഇവരുടെ ഈ സാഗ് എന്ന് പറയുന്ന ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു തടിയുടെ ഒരു സംഭവമാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് കപ്പേനെ ഒന്ന് ഇടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ തവി തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ ഉപ്പൊക്കെ പരുവാണോ എന്നൊക്കെ നോക്കുക കുഴച്ചെടുക്കുമ്പോൾ തന്നെ. അങ്ങനെ കപ്പയും റെഡിയായി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ചിക്കൻ എല്ലാം കുക്കായി കഴിയുമ്പോൾ നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുകളിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ആ സമയം കൊണ്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ വറുത്ത് അതും കൂടി ഒന്ന് ചേർത്തിട്ട് അടച്ചു വെച്ച് പിന്നെ സെർവ് ചെയ്യാൻ സമയത്ത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ചിക്കൻ കറി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡാർക്കർ ഷെയ്ഡിലോട്ടും ആവും, ഗ്രേവിയും കുറച്ച് തിക്കായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഡിഷസൊക്കെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ അവിടെ വെച്ചു. ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി. ചിക്കനും ഫിഷും ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ല സെൻറ്റുള്ള ഒരു സൊല്യൂഷൻ വെച്ച് ഞാൻ നമ്മുടെ സിങ്ക് ഒന്ന് കഴുകും. അങ്ങനെ തറയൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ്. ഇത് കണ്ടോ, നമ്മുടെ ചിക്കൻ കറി ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായി കുറച്ച് ഡാർക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയാണ്. പിന്നെ ഇനി ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നമ്മുടെ ഉച്ചയൂണ് കഴിക്കാനുള്ള പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയ പുളിശ്ശേരിയാണ്. നമ്മുടെ പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. നല്ല
സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന വെർഷൻ എങ്ങനെയാണോ അത് ഞാൻ ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ ചിക്കൻ കറിയുടെയും ബീഫ് വരട്ടിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ചോറും കപ്പയും വറുത്തരച്ച ചിക്കൻ കറിയും ഇന്നലത്തെ ബീൻസ് തോരനും ഇന്നലത്തെ പുളിശ്ശേരിയും ഒക്കെ ആയിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ സ്വന്തം ബർത്ത്ഡേ സ്വന്തമായിട്ട് ആഘോഷിക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സ്ട്രോബെറി ഷോർട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സേവ് ഓൺ ഫുഡ്സിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ചെറിയൊരു കേക്കാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വാണി എനിക്ക് റെഡിയാക്കി തന്ന ഫ്ലവർ ക്രൗൺ ഒക്കെ തലയിൽ വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ഇന്നലെ ആയിരുന്നു ആക്ച്വലി ബർത്ത്ഡേ, പക്ഷെ എന്നാലും ഇന്നലെ തീരെ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് നമ്മുടെ കേക്ക് കട്ടിങ് മാറ്റിയതാണ്. കേക്ക് കട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പിള്ളേർക്ക് ഇതൊരു നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നതിന് പകരം നമ്മൾ ബർത്ത്ഡേ റെസൊല്യൂഷനാണ് എടുക്കേണ്ടത്. നമുക്ക് വരേണ്ട കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു വർഷത്തിൽ നിന്ന് ഈ ഒരു ബർത്ത്ഡേയിൽ നിന്ന് അടുത്ത ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ കാണാനാണ് ആഗ്രഹം എന്നുള്ളത് നമ്മൾ ഈ ഒരു ദിവസമാണ് ശരിക്കും ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ അടുത്ത ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ഇതിനേക്കാട്ടിലൊരു ബെറ്റർ പേഴ്സൺ ആവണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട ഒരു ദിവസം നമ്മുടെ ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും കൂടി വരുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് ഒരു 2 മാസം കൊണ്ട് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ ബർത്ത്ഡേയിൽ നമ്മൾ തീരുമാനിക്കുക നമ്മൾ എങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ബർത്ത്ഡേയിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളിൽ വരാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത് നമ്മളായിട്ട് തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്യുക, നമ്മളായിട്ട് തന്നെ ഒന്ന് തീരുമാനിക്കുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസസ് ഓഫ് കേക്ക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ സ്നേഹം, എൻ്റെ സന്തോഷം നിങ്ങളും കൂടി ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞ് വൈകിട്ടത്തെ അത്താഴ പരിപാടിയൊക്കെ കഴിഞ്ഞ് മുകളിലൊരു ബുക്ക് വായിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ നെയ്ബർ എനിക്ക് കുറച്ച് ഗിഫ്റ്റുമായിട്ട് വന്നത്. ഞങ്ങളുടെ 2 പേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പം ഞാൻ ആൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ അവൾ അന്നേരം വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മയുടെയിലാണ് കൊടുത്തത്. അപ്പോൾ അവൾക്ക് പിന്നെ സമയം കിട്ടിയപ്പോൾ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. ഒരു പാക്കറ്റ് ചോക്ലേറ്റും പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ കുറച്ച് ക്രീമാണ്. 2 ഹാൻഡ് ക്രീമുണ്ട്, ഒരു ബോഡി ക്രീമുണ്ട്, പിന്നെ നല്ല വാനിലയുടെ സ്മെല്ലുള്ള ഒരു ക്യാൻഡിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആളെനിക്ക് കൊണ്ടു തന്നത്. അപ്പം ഞാൻ നേരെ അതുമായിട്ട് മുകളിലോട്ട് ഇഞ്ഞു പോന്നു. നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെയും ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പം നമ്മളിൽ പലർക്കും ബുക്ക് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ ഒരു ശീലത്തിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 1-2 ഈസി ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓഡിയോ ബുക്സ് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ ബുക്സൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിനീത് ചെയ്യുന്നൊരു കാര്യമാണ്, വിനീത് എനിക്കും എൻ്റെ കുറേ ഫ്രണ്ട്സിനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. സ്പോട്ടിഫൈ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിൻ്റെ ഫ്രീ വെർഷൻ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറേ ബുക്സ് ഡൗൺലോഡ് ചെയ്യാനും നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കേട്ടാൽ മതി, അത് ഇനഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബുക്സ് വായിക്കുമ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ കേട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബുക്കാണോ, നമുക്കത് വായിക്കണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വായിക്കുമ്പം അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി നമ്മൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം. സ്പോട്ടിഫൈ എന്നാണ് ആപ്പിൻ്റെ പേര്. അതല്ലെങ്കിൽ യൂട്യൂബിൽ സിമ്പിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബുക്സും വായിച്ചു നോക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ബുക്കായിട്ട് വായിക്കുന്നവരാണെങ്കിൽ ഒരു 20 മിനിറ്റ്സിൻ്റെ അലാം സെറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും വായിച്ചു തുടങ്ങുക. കഴിവതും വായിക്കാൻ വേണ്ടിയിട്ട് ഒരേ സ്പേസ് തന്നെ യൂസ് ചെയ്യുക. ഒരേ സമയം പറ്റുവാണെങ്കിൽ ചൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ചൂസ് ചെയ്യുക. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇത്രയും ആലോചിക്കുക, നമുക്ക് ഇഷ്ടമുള്ളൊരു ശീലം നമ്മളിലേക്ക് കൊണ്ടുവരാനാണ്. പിന്നെ വെറും 20 മിനിറ്റേ ഉള്ളൂ അലാം ഇപ്പോൾ റിങ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളെ അവിടെ ഇരുത്തുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ ശീലത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ആ 20 മിനിറ്റ് എന്നുള്ളത് 30 മിനിറ്റും ഒക്കെ ആയിട്ട് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി 20 മിനിറ്റ് പറ്റുള്ളെങ്കിൽ ആ 20 മിനിറ്റ് വെച്ച് വായിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് പതുക്കെ നമ്മളിലേക്ക് ആ ശീലം വന്നോളും. പിന്നെ എപ്പോഴും ചെറിയ കാര്യങ്ങളാണല്ലോ, ഇച്ചിരി ചെയ്താൽ മതിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് അലാം സെറ്റ് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോഴും അവൻ പറയായിരുന്നു, വിനീത് സ്പോട്ടിഫൈ സജസ്റ്റ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവൻ്റെ ഒരു ബിസി സ്കെഡ്യൂളിനകത്ത് ഇത് കേട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത് സ്പോട്ടിഫൈയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിൻ്റെ ഫ്രീ വെർഷനകത്ത് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ബുക്സ് കേട്ട് നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബിനകത്തും അവൈലബിൾ ആയിട്ട് ബുക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മെൽ റോബിൻസ് എന്ന് പറയുന്ന ഒരു ഓതറിൻ്റെ ലെറ്റ് ദം തിയറി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഇപ്പോൾ റീസെൻ്റ്ലി December 24 മറ്റോ പബ്ലിഷ് ആയ ഒരു ബുക്കാണ്. അപ്പോൾ നമ്മുടെ കോസ്കോയിലും ആമസോണിലും വാൾമാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്.
ഇത് ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയോ വെർഷൻ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ അത് കാണുന്നില്ല വീഡിയോ. അപ്പം ഞാനത് കുറച്ചൊന്ന് കേട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത്. ഓഡിയോയും കുറച്ചേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ബുക്കും കുറച്ച് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി ഈ ഒരു ബുക്കിനകത്ത് പറയുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള ഓരോ കാര്യങ്ങളെയും ഓരോരുത്തരെയും നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത് ഒഴിവാക്കിയാൽ നമുക്ക് നമ്മളിലോട്ട് കൂടുതൽ എനർജിയും ഫോക്കസും കൊടുക്കാനായിട്ട് പറ്റും. മറ്റുള്ളവരുടെ ഡിസിഷൻസും ബൗണ്ടറീസും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയനും ജഡ്ജ്മെന്റും ഡ്രാമയും ഒക്കെ നമ്മുടെ ലൈഫിനെയും അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളും ശ്രദ്ധിക്കുക. നമ്മുടെ ബൗണ്ടറീസും നമ്മൾ സെറ്റ് ചെയ്യുക, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് മുകളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ ഒരു ബുക്കിനകത്ത്. ലെറ്റ് ദം അറ്റ് ദ സെയിം ടൈം ലെറ്റ് മീ, അല്ലേ? നമ്മൾ അവരെ അവരുടെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ ലൈഫും നന്നായിട്ട് ജീവിക്കുക. അപ്പോൾ ബുക്സ് അവൈലബിൾ ആണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഓഡിയോയോ ബുക്കായിട്ടോ വായിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.